We are here to mourn the passing of our beloved leader, our veteran leader, a great communist revolutionary, and his passing has left a huge gap for the communist movement, the left movement, because really VS was a warrior against injustice, against exploitation for the poor. And today when we come here to pay homage to him, we know that science has not developed enough to stop death having claimed him, but we also know that VS will never die. VS will always live on because he lives in the hearts of the people he dedicated his life to, for socialism, for a better India. So VS lives, VS will always live, and that is his legacy. പതിറ്റാണ്ടുകളിലെ ബന്ധമുണ്ട്. 80കളിൽ മാധ്യമപ്രവർത്തകനായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത്. വളരെ ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. എപ്പോഴും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. ഇത്രത്തോളം പോരാടിയ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല. ഞങ്ങളുടെ തലമുറയ്ക്ക് മറക്കാനാകാത്ത ഒരുപാട് സമരാനുഭവങ്ങൾ നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിശ്ചയദാർഢ്യത്തിന്റെ ഇത്രത്തോളം കേരള രാഷ്ട്രീയത്തെ സ്വാധീനിച്ച, കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ തലങ്ങളെ സ്വാധീനിച്ചൊരു വ്യക്തി. അദ്ദേഹം പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ മാത്രമല്ല, ഭരണപക്ഷത്തായിരിക്കുമ്പോൾ പോലും അത് പോരാടി, സംവിധാനത്തിനെതിരെ പോരാടി. അവസാന ശ്വാസം വരെ ഒരു പോരാട്ടത്തിന്റെ ഒരു വഴിത്താരയിലായിരുന്നു VS. കേരളത്തെ ഈ രൂപത്തിലാക്കി നിർത്തുന്നതിൽ സഖാവ് VSന്റെ പങ്ക് നിസ്തൂലമാണ്. അചഞ്ചലമായിട്ടുള്ള ഒരു പോരാട്ടപാതയിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. കേരളത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, പുരോഗമന പ്രസ്ഥാനത്തിന് സഖാവ് VS നൽകിയിട്ടുള്ള ആ ഒരു ഊർജ്ജം, അദ്ദേഹം വേർപിരിഞ്ഞാലും ജനലക്ഷങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.